Good morning, Miss. Good morning. Good morning, Miss. Good morning, Good ma'am. morning. Good morning, Miss. Good morning, Miss. Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സ്റ്റെറിലൈസേഷന് രണ്ട് മെത്തേഡ്സ് പറഞ്ഞു അല്ലേ? സ്റ്റീം സ്റ്റെറിലൈസേഷനും കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത്? ഓക്കെ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മിഷൻ ഏതാണ്? പറയുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, ചോദിക്കുന്ന ആള് മാത്രം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മിഷൻ. തൻസിയ. Okay, Miss. Autoclaves. ഇനി സ്റ്റീം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്ന ടൈം എത്ര എടുക്കും? പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുന്ന ടൈം എത്രയാണ് എടുക്കുന്നത്? ഓക്കെ, ശ്രീലക്ഷ്മി MS. ശ്രീലക്ഷ്മി MS. ശ്രീലക്ഷ്മി ഇല്ല, ജോയിൻ ആയിട്ടുണ്ടല്ലോ. ശ്രീലക്ഷ്മി. സാന്ദ്ര. 20 minutes. ഇനി കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് എത്ര ടൈമാണ് എടുക്കുന്നത്? റാണി. റാണി സാദിഖ്. റാണി സാദിഖ്. റുബീന. റുബീന 8 to 12 hours. ഇനി കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ശരണ്യ. ഹലോ മിസ്, കേൾക്കാമോ? പറഞ്ഞു. കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പി. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ചടക്കി ചോദ്യം ചോദിച്ചില്ലെങ്കിലേ ചിലപ്പോ നിങ്ങൾ വായിക്കില്ല, അതാണ് പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ, നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീം സ്റ്റെറിലൈസേഷനും കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫ്ലാഷ് സ്റ്റെറിലൈസർ കേട്ടോ. നെക്സ്റ്റ് ആണ് സി ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. This mission is largely used in OT. OT എന്താണ്? ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. This mission operation theater. Very good. About this mission is largely used in operation theater for emergency purposes. Mark ചെയ്തു വെച്ചേ, important ആണ് ട്ടോ. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററില് എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. This is special type of autoclave
that have a very short sterilization cycle of about 3-4 minutes owing to its ability to rise the temperature to 132 degrees centigrade. ഓപ്പറേഷൻ തിയേറ്ററിൽ വളരെ പോപ്പുലർ ആയിട്ട് എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് എന്ത് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് 132 സെന്റിഗ്രേഡില് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ 3-4 മിനിറ്റ്സ് കൊണ്ട് അതിന്റെ പ്രോസസിംഗ് ടൈം കംപ്ലീറ്റ് ആക്കി സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3-4 മിനിറ്റ്സ് എടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വ്യക്തി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് വേറെ ഏതെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ CSST ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയി അത് സ്റ്റെറിലൈസേഷൻ ചെയ്ത പ്രോസസ് കഴിയണം വരെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിച്ചുകൊണ്ട് 3-4 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ ചെയ്ത് ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ ഐറ്റം വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ഫ്ലാഷ് സ്റ്റെറിലൈസറിലൂടെ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് എന്താണെന്ന് ഓക്കെ ആണോ? അപ്പൊ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് നമുക്ക് എന്താണ് ഈ ഫ്ലാഷ് സ്റ്റെറിലൈസറിലൂടെ 3-4 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? 132 സെന്റിഗ്രേഡിലെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. This machine is largely used in operation theater for emergency purpose. Okay, അതുപോലെ തന്നെ അതിന്റെ ടൈം മിനിറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. 3-4 മിനിറ്റ്സ്. ഓക്കെ, ഓട്ടോക്ലേവിന് വേണ്ടി വരുന്ന ടൈം 20 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടി വരുന്ന ടൈം 8 to 12 hours ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്തിനാണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിക്കുന്ന ടൈം എത്രയാണ്? യൂസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ വേണ്ടി വരുന്ന ടൈം എത്രയാണ്? 3-4 മിനിറ്റ്സ് ആണ്. ഇവിടെ അതിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ. After sterilization, the items are professionally stocked in a clean track from where they are issued to user department. അപ്പൊ എന്താണ്? സ്റ്റെറിലൈസേഷന് ശേഷം എവിടേക്ക് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്? സ്റ്റോറേജ് ഏരിയയിലോട്ടാണ് ഐറ്റംസ് കൊണ്ടുവരുന്നത്. എന്ത് ചെയ്തു വെക്കുന്നുണ്ട്? പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ ക്ലീൻ റാക്ക്. താൽക്കാലികമായിട്ട്, പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ക്ലീൻഡ് റാക്കിലാണ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബിഫോർ. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ഇൻ ദ റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറിൽ in keeping demand of the department. അപ്പൊ എന്താണ് ഈ സ്റ്റോറേജ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് അറിയോ ആർക്കെങ്കിലും? വെരി ഗുഡ്. ആദ്യം കൊണ്ടുവരുന്ന ഐറ്റംസ് ആദ്യം ക്ലീൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായ ഐറ്റംസ് ആദ്യം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്? ആ ഐറ്റംസ് ക്ലീൻ ആക്കി കറകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങനെ മുക്തമാക്കി ആദ്യം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ആദ്യം ഫസ്റ്റ് കൊണ്ടുവരും
ഫസ്റ്റ് ഐറ്റം കൊണ്ടുവരുന്നത് ആ ഐറ്റം ക്ലീൻ ആക്കി അണുവിമുക്തമാക്കി ഫസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് FIFO അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ടേ, മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്തവര് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. ഇനി നെക്സ്റ്റ് ഏരിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. It should be away from a accepting area and must have a window with counter. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, റിസീവിംഗ് ഏരിയക്ക് എന്തുണ്ട്? റിസീവിംഗ് ഏരിയക്ക് എന്താ ഉള്ളത്? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വിൻഡോ ഉണ്ട്, അതിലൂടെയാണ് ഐറ്റംസ് അവർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയക്കും എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള വിൻഡോ ഉണ്ട്, കൗണ്ടർ ഉണ്ട്, അതിലൂടെയാണ് ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി മോഡേൺ ഹോസ്പിറ്റൽ ആണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി അങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളും ഉണ്ടല്ലേ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എന്താണ്? There may be a different lift for shifting the sterile materials to user department. എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? ഐറ്റംസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലുകളില് ഡിസീസ് സ്കീല് സെപ്പറേറ്റ് ആയിട്ടുള്ള എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിഫ്റ്റുകൾ ഉണ്ടാവും. ഡിഫറെന്റ് ലിഫ്റ്റിലൂടെ ആയിരിക്കും യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സാധാരണ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്? സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില് സെപ്പറേറ്റ് ആയിട്ടുള്ള കൗണ്ടർ ഉണ്ടാവും, അതിലൂടെയാണ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിഫറെന്റ് ലിഫ്റ്റുകൾ ഉണ്ടാവും. ആ ലിസ്റ്റിലൂടെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? ഓക്കെ, നമ്മളുടെ ഫങ്ഷണൽ ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ടോ. ഡയഗ്രാം പഠിക്കാം. എത്ര ഏരിയാസ് ഉണ്ട്? 6 ഏരിയാസ് ആണ് ഉള്ളത്. അത് ചോദിക്കാറുണ്ട്, എത്ര ഏരിയാസ് ആണുള്ളത്. അതുപോലെ തന്നെ റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ഏരിയ ഏതാണ്, അതിന് പാക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ഏരിയ ഏതാണ്. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മുടെ മാർക്ക് ഒട്ടും പോകരുത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ മറക്കരുത്. അതാത് ഇതുപോലെ തന്നെയുള്ള ഡയഗ്രാഫിന്റെ ഇത് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഓർഡർ കറക്റ്റ് ആക്കി പഠിച്ചു വെക്കാം. അതുപോലെ ഫസ്റ്റ് ഏരിയ എന്താണ്, ലാസ്റ്റ് ഏരിയ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെച്ച് തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് CSDക്ക് നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ക്ലീനിങ് ഏരിയയില് എന്താണ്? അൾട്രാസോണിക് വാഷർ is a machine which is used for clean surgical tools ചോദിക്കാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് ഓട്ടോക്ലേവ്സ്. അതുപോലെ തന്നെ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO ചോദിക്കാറുണ്ട്. കെമിക്കൽ ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കാം. സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 3 കാര്യങ്ങളും മറക്കാതെ പഠിക്കണം. അതുപോലെ 20 മിനിറ്റ്സ്, അതുപോലെ 8 to 12 hours, 3 to 4 minutes. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് FIFO. ഓക്കെ, സ്റ്റോറേജ് ഏരിയയിൽ വരുന്നതാണ് FIFO. പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ ആണ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഈ ഫങ്ഷണൽ ഏരിയാസിൽ പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഫങ്ഷണൽ ഏരിയ 6 ഏരിയ ആണുള്ളത് കേട്ടോ. എത്ര ഏരിയ ആണെന്ന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ.
plant sterilizer, storage area, and next distribution area. പഠിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടാട്ടോ. എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആർക്ക് പറയാൻ പറ്റും? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അമൃതയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കോ ആരെങ്കിലും? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ശ്രുതി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ശ്രുതി ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില് ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു വിൻഡോ ഉണ്ടാവും വിത്ത് എ കൗണ്ടർ. ആ കൗണ്ടറിലായിരിക്കും നമ്മൾ സ്റ്റെറൈൽ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് കൊടുക്കേണ്ടത്. എന്നാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണെങ്കിൽ അതിന് സെപ്പറേറ്റ് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റ് വഴിയായിരിക്കും സ്റ്റെറൈൽ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നത്, അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക്. കിട്ടിയോ അമൃത? ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. എന്തായിരിക്കാം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സൂചകങ്ങൾ. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് സൂചകങ്ങൾ. ഓക്കെ, സൂചകങ്ങൾ കേട്ടോ. അപ്പോ നമ്മള് ഇപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നല്ല രീതിയിൽ അതിന്റെ സ്റ്റെറിലൈസേഷൻ ഐറ്റംസ് നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ 3 കാര്യങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇനി മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എന്ത് വെച്ചിട്ടായിരിക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? ആ വാക്കിലുണ്ടല്ലോ, പറയാൻ പറ്റുമോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ടൂൾസ് ആണ്. മിഷ്യൻ വെച്ചിട്ടാണ് ക്വാളിറ്റി നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് നല്ല ക്വാളിറ്റിയോടെയാണോ സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് മിഷ്യൻ വെച്ചിട്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോ മിഷ്യൻ യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈർപ്പം. അതുപോലെ തന്നെ പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദി സ്റ്റെറിലൈസേഷൻ സൈക്കിള്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോക്ലേവ്സിലാണല്ലേ ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓട്ടോക്ലേവ്സിൽ നമ്മള് റെക്കോർഡിംഗ് ടൈം സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓട്ടോക്ലേവിന്റെ ടൈം എത്രയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന്റെ ടൈം? മറന്നുപോയാ? 20 minutes. വെരി ഗുഡ്, 20 minutes. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ടെമ്പറേച്ചർ 121 സെന്റിഗ്രേഡ്. ഓക്കെ. അതുപോലെ തന്നെ പ്രഷർ എത്രയാ? പ്രഷർ എത്ര കൊടുക്കുന്നുണ്ട്? 15. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് ഒരു മിഷൻ വെക്കും. മിഷൻ ഘടിപ്പിച്ചിട്ട് നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ചെക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ടൈമിങ്ങിന്
ഓട്ടോക്ലേവ് എത്രയാണ്? 20 മിനിറ്റ്സിലാണ് അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യുന്നത് അല്ലേ? അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്നത് 20 മിനിറ്റ്സിലാണ്. നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ടൈം കറക്റ്റ് ആണോ? അതുപോലെ തന്നെ 121 ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പ്രഷർ എന്താണ്? 15 പ്രഷറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മെഷീൻ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. മെഷീൻ ഘടിപ്പിച്ചിട്ട് നമ്മൾ ഓട്ടോക്ലേവ്സിൽ ഒരു മെഷീൻ അവിടെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെഷീൻ ഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓട്ടോക്ലേവ് 20 മിനിറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം. അതുപോലെ തന്നെ 18 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിനകത്തുനിന്ന് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാല് 20 മിനിറ്റ്സ് ആണ് അല്ലെ? ഈ 20 മിനിറ്റ്സ് ആയിട്ട് അതിന്റെ പ്രോസസ്സിംഗ് ടൈം പൂർത്തിയാക്കി കഴിഞ്ഞാല് ആ മെഷീന് അല്ലെങ്കിൽ ആ ഓട്ടോക്ലേവ് മെഷീന് എന്താണ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് കുറവാണെങ്കിൽ 18 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അതിന്റെ പ്രോസസ്സിംഗ് ടൈം കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാല് അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഷീൻ വെച്ചുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഓട്ടോക്ലേവ്സിൽ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈം ഉണ്ടല്ലേ, 20 മിനിറ്റ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ആക്കി അതിന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും അത് കറക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 20 മിനിറ്റ്സ് കുറവാണ്, 18 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ആകുമ്പോഴേക്കും അതിന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന് ക്വാളിറ്റി ഇല്ല, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. എന്തുപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചേ, അതിന്റെ അടിയിൽ തൊട്ടടിയിൽ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? കെമിക്കൽസ് എഴുതിയിട്ടുണ്ട്. ആ കെമിക്കൽസിന്റെ ആരോ നോക്കിയേ പോകുന്നത്. ഇവിടെ കണ്ടോ കുറച്ച് സ്ട്രിപ്സ് അല്ലെ, സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ട്രിപ്പുകള്. അപ്പൊ ഈ സ്ട്രിപ്പുകള് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഐറ്റത്തിന്റെയും ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ സ്ട്രിപ്പുകളാണ് ഇതിന്റെ ഉള്ളിൽ കെമിക്കൽസ് ആയിരിക്കും. ഈ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അതെന്ന് മിസ് പറയുമ്പോൾ ക്ലിയർ ആവും ഒന്നും കൂടി. ഓക്കെ, ചിത്രം ഒന്ന് നോക്കാം. ഇനി നോക്കിക്കോളൂ കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react with physical conditions inside the sterilization chamber. Note ചെയ്ത് ചെയ്യാൻ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. All chemical indicators are designed to react to physical condition inside the sterilization chamber. This confirms that an autoclave or steam sterilizer is working. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ ഐറ്റത്തിന്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ചേംബർ ഉണ്ടാവുമല്ലോ, ആ ചേംബറിലാണ് നമ്മൾ ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെറിലൈസേഷൻ ചേംബറില് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഓരോ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. പഠിച്ചത് ഓർമ്മയുണ്ടോ നമ്മള്? ഓക്കെ, അത് ഓർത്ത് വെക്കാം കേട്ടോ.
സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നു സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഓട്ടോക്ലേവ്സിലാണെങ്കിൽ ഇത്ര മിനിറ്റ്സ്, ഇത്ര ടെമ്പറേച്ചർ, ഇത്ര പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യും, കെമിക്കൽസ് ഈ ടെമ്പറേച്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ റിയാക്ട് ചെയ്യും. ടെമ്പറേച്ചർ ഉണ്ടാവും, പ്രഷർ, അതുപോലെ ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിയാക്ഷൻ സംഭവിക്കുന്നു. റിയാക്ഷൻ രണ്ട് കാര്യങ്ങളും എന്താണ്, ഐറ്റംസ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ പാക്ക് ചെയ്ത് വെച്ചു. ഈ ഐറ്റത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രിപ്സ്, ഈ കെമിക്കൽ സ്ട്രിപ്സ് കൂടി ലേബൽ ഒട്ടിച്ച് വെക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓരോ ഐറ്റം സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ പാക്ക് ചെയ്ത് വെക്കുന്നു സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഐറ്റം പാക്ക് ചെയ്ത് വെക്കുമ്പോ ഈ കെമിക്കൽസ്, ഈ സ്ട്രിപ്പുകളും കൂടി അവിടെ ലേബൽ ഒട്ടിച്ച് വെക്കുന്നു ഐറ്റത്തിന്റെ കൂടെ. എന്നിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി വെക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ ഐറ്റംസ് വരുമ്പോ എന്താണ്, ഈ സ്ട്രിപ്പില് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഈ സ്ട്രിപ്പില് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയോടെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞത്? പറഞ്ഞതൊക്കെയാണോ? ഒന്നുകൂടിയും പറഞ്ഞു തരാം. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സില് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കെമിക്കൽസും കൂടി ലേബൽ ഒട്ടിച്ച് വെക്കും, അതിന്റെ പുറത്ത് ലേബൽ ചെയ്ത് വെക്കും. ഇനി എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ ഐറ്റംസ് പുറത്തേക്ക് എടുക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രിപ്പില് കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ നോക്കുന്നു. കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ആ മെഷീൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. നിങ്ങളുടെ PDF ഉണ്ടോ ഈ സെന്റൻസ്? There are many types of chemical indicators such as Bovie-Dick test pack and chemical indicator strips. ഇല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ, ഇല്ലെങ്കിൽ ഒന്ന് ആ സൈഡിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി ഈ പോയിന്റ് കേട്ടോ. രണ്ട് ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ ടൈപ്സ്. ഏതൊക്കെയാണ്? Bovie-Dick test പാക്കും അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ പറയണ അടുത്തത് പറഞ്ഞു തരാം. ക്ലിയർ ആവുന്നില്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ ഇപ്പോഴോ? ഓക്കെ, എഴുതി കഴിഞ്ഞോ നിങ്ങള്? നമ്മൾ പറഞ്ഞു എന്താണ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. Bovie-Dick test പാക്കും അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. സ്ട്രിപ്സിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. Bovie-Dick test പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ആണ്. പാക്കറ്റില് അതിന്റെ മുകളിൽ ഒരു ഡോട്ട് പോലെ ഉണ്ടാവും. ഡോട്ട് പോലെയുള്ളത് നമ്മൾ ഐറ്റംസ് വെക്കില്ല. ഈ ടെസ്റ്റ് പാക്കില് ഐറ്റംസ് വെക്കില്ല. നമ്മള് സ്ട്രിപ്സിന്റെ എന്താ പറഞ്ഞത്, ഐറ്റത്തിന്റെ കൂടെ ഈ സ്ട്രിപ്സ് ലേബൽ ചെയ്ത് വെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ Bovie-Dick test പാക്കില് ഐറ്റംസ് വെക്കില്ല. ആ ചേമ്പറിൽ, സ്റ്റെറിലൈസേഷൻ ചേമ്പറില് ഈ പാക്ക് മാത്രം വെക്കും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യും. അതിന്റെ ടൈം കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുക്കുമ്പോ ഈ ഡോട്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ വല്ല കളർ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ആ മെഷീൻ നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബോവി ഡിറ്റസ്റ്റ് ബാക്കും കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. സ്ക്രീൻ വലുതാക്കണോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ എഴുതിയെടുക്കാനായിട്ട്? വലുതാക്കിയിട്ടുണ്ട് മിസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബോവി ഡിറ്റസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ആണ്. ആ പാക്കറ്റിന്റെ മുകളില് ഡോട്ട് പോലെയുള്ള ഒരു ഡോട്ടുകൾ ഉണ്ടാവും. മൊത്തം ഡോട്ട് ആയിരിക്കും. ഈ പാക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോ, ആ ടൈം കഴിയുമ്പോ, പ്രോസസ്സിംഗ് കഴിയുമ്പോ, ഇതെടുക്കുമ്പോ ഈ ഡോട്ടില് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മിഷ്യൻ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ആ മിഷ്യൻ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് വൺ ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. Biological indicators are also known as in the name of bioindicators. നാക്കണോട്ടോ, ബയോ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, BIOIN. ഓക്കെ, അപ്പോൾ ബയോ ഇൻഡിക്കേറ്റേഴ്സ് അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് എന്ന് ചോദിക്കാം, ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇനി they are living creatures such as microorganisms. എന്താണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? ലിവിങ് ക്രീച്ചേഴ്സ്, ജീവനുള്ളത് അല്ലെ, സൂക്ഷ്മാണുക്കള്, ബാക്ടീരിയ. ഓക്കെ, ഇതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. They used to confirm the sterilization performance to verify sterilization procedure, display the sterilization effect, the production process, etc. നോക്കിയേ, ചിത്രം നോക്കിയേ നിങ്ങള്, അഫക്റ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? പിക്ചേഴ്സിൽ നോക്കിയേ, ബയോളജിക്കൽ, അതിന്റെ ആരോ പോയിരിക്കുന്നത് നോക്കിയേ, 3 കുപ്പികൾ കാണുന്നുണ്ടോ നിങ്ങള്? 3 ബോട്ടിൽസ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണ് എന്ത്? മൈക്രോ ഓർഗാനിസംസ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ഇതിനെ പറയുന്ന, ഈ ബോട്ടിലിനെ പറയുന്നത് ആംബ്യൂൾസ് എന്നാണ് കേട്ടോ. AMPULSE, ആംബ്യൂൾസ്. AMPULSE, ആംബ്യൂൾസ് എന്നാണ് ഈ ബോട്ടിലിനെ വിളിക്കുന്നത്. അപ്പോ ഇതിന്റെ ഉള്ളിൽ എന്താണ്? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ ചേമ്പറില് ഇത് വെച്ചുകൊണ്ട് നമ്മള് എന്താണ്, ടെമ്പറേച്ചർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ടൈം റെക്കോർഡ് ഒക്കെ ചെയ്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോ ഈ ആംബ്യൂൾസില് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാല്. സെയിം തന്നെയാണോ? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ സ്ട്രിപ്സിന് പകരം ആംബ്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് അത്? നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയാണ് മിഷൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് മിഷൻ വെച്ചിട്ട് അവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ എന്താണ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സില് കെമിക്കൽ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഐറ്റത്തിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ലാബിൽ ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ആ സ്ട്രിപ്പുകൾ നോക്കുമ്പോൾ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ മിഷൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്താണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ബോട്ടിലിന്റെ ഉള്ളിലുള്ളത്. ബോട്ടിലിനെ പറയുന്നത് ആംബ്യൂൾസ് എന്നാണ്. എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ കുപ്പികൾ, ഈ ആംബ്യൂൾസ് നമ്മൾ വെക്കും. വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഈ കുപ്പികൾ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളില് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മെഷീൻ നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി 3 ഇൻഡിക്കേറ്റേഴ്സും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫസ്റ്റ് ലൈൻ അടയാളം എടുത്തി വെക്കുക, എക്സാമിന് വരാറുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് ചോദിക്കാറുണ്ട്. അതുപോലെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾസും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. OV ഡിപ് ടെസ്റ്റ് പാക്കും കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്റ്റിക്സ്. നോക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആയോ? 3 ഇൻഡിക്കേറ്റേഴ്സും ഓക്കെയാണ്? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, അതിനകത്ത് 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഇത് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആണുള്ളത്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ഉണ്ട്, റിക്വസിഷൻ സിസ്റ്റം ഉണ്ട്, ഗ്രോസറി സിസ്റ്റം ഉണ്ട്, ക്വാട്ട സിസ്റ്റം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. The sterilized articles is provided at the CSSD issue counter in exchange for a used one at the any time. എന്താണ് നമ്മൾ പറഞ്ഞു? CSSD-യില് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന എന്ത് തരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്നത് അവർ റിസീവ് ചെയ്യുന്ന ഐറ്റംസ് എങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും? എങ്ങനെയുള്ളതാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള, അല്ലെ, കറകളുള്ള, അണുയുക്തമാക്കാത്ത, മലിനമായിട്ടുള്ള, ചേഞ്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, അല്ലെ? എന്താണ് ആ വാക്കിൽ നിന്നും തന്നെയുണ്ട്, അല്ലെ? എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് പുതിയത് ക്ലീൻ ആക്കിയിട്ട് അണുയുക്തമാക്കിയ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും കൊണ്ടുപോകുന്നു. മനസ്സിലായോ? മലിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ആണല്ലേ അവിടെ നടക്കുന്നത്. മലിനമായ ഐറ്റംസ് കൊണ്ടുവരുന്ന കൊടുക്കുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ആക്കിയ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊണ്ടുപോകുന്നു. ഇപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കെങ്കിലും നിങ്ങളൊരു മെറ്റീരിയൽ വാങ്ങിച്ചു, സാരിയോ ചുരിദാറോ എന്തെങ്കിലും വാങ്ങിച്ചു. അപ്പൊ എന്താണ്? നിങ്ങളുടെ കൂടെ അവരുണ്ടായിരുന്നില്ല. വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അപ്പൊ അതൊന്ന് വേറൊക്കെ ചെയ്ത് ഇട്ട് നോക്കിയപ്പോ എന്താണ്?
ചിലപ്പോ അവർക്ക് പാകമാകുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പോ എന്താണ് ചിലപ്പോ അതിന്റെ കളറിങ്ങോ അല്ലെങ്കിൽ ഡിസൈൻസ് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എന്താ ചെയ്യാം? എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ഈ തിരിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്ത് വാങ്ങും അല്ലെ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലായോ? മനസ്സിലാവാൻ വേണ്ടി മിസ് എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ക്ലീൻ ഫോട്ടോ എക്സ്ചേഞ്ചിൽ എന്താണ്? മലിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് കൊടുത്ത് അതെന്ത് ചെയ്യുന്നത്? ഇതായിട്ടുള്ള ക്ലീൻ ആക്കിയ ഐറ്റംസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഓക്കെ, അതാണ് ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പൊ ചോദിക്കാം ഏതാണ്, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്? ഐഡന്റിഫൈ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഫസ്റ്റ് സെന്റൻസ് തന്നെ ചോദിക്കാം കേട്ടോ. The sterilized articles is provided at the CSD issue counter in exchange for a used one at any time. ഇത് ഏത് സിസ്റ്റം ആണെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഓർമ്മ വരണം. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം എക്സ്ചേഞ്ച് എന്നുള്ളത് കേട്ടോ. ആ വാക്ക് കാണുമ്പോ ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് എന്നുള്ളടത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച്. ഇനി നെക്സ്റ്റ് ആണ് റിക്വിസിഷൻ സിസ്റ്റം. Articles needed are demanded by users on a daily or regular basis and gathered by them at the CSD counter. എന്താണ് ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്നത്? ആരായിരിക്കും? ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആരായിരിക്കാം? ആരെയാ പറയുന്നത്? Articles needed are demanded by users. വെരി ഗുഡ്. ഡിപ്പാർട്ട്മെന്റ്സിനെ അല്ലെ, ഡിപ്പാർട്ട്മെന്റുകളെയാണ് അല്ലെ ഈ ഐറ്റംസ് ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവില്ലേ, അവരെയാണ് നമ്മള് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് needed and demanded by users on a daily or regular basis and gathered by them at the CSD counter. ഇത് ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അനുസരിച്ച് എന്താണ് റെഗുലർ ബേസിസിലോ ഡെയിലി ബേസിസിലോ CSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്യുന്നു. അതിനെയാണ് റിക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയും പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് ആവശ്യമനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർ ബേസിസിലോ ഡെയിലി ബേസിസിലോ CSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അവരുടെ ആവശ്യമനുസരിച്ച് റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിലോ എന്ത് ചെയ്യുന്നുണ്ട്? CSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് റിക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് റിക്വിസിഷൻ സിസ്റ്റം? ഓക്കെ, ക്ലീൻ ഫോർ ഡേറ്റി എക്സ്ചേഞ്ച് പറഞ്ഞു. റിക്വിസിഷൻ സിസ്റ്റം ഓക്കെ ആണ് എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. എന്തായിരിക്കാം ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്? ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഗ്രോസറി? കേട്ടിട്ടില്ലേ? നിങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലോ ഗ്രോസറി ഐറ്റംസ് ഇല്ലേ? പലവ്യഞ്ജനം. ഓക്കെ, വെരി ഗുഡ്. പലചരക്ക് അല്ലെ, പലവ്യഞ്ജനം. If users demand for a specific period are delivered at suitable intervals regardless of whether the content have been used or not. എന്താണ് നമ്മളൊരു ഗ്രോസറി ഐറ്റംസ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ നമ്മൾക്ക് പല വ്യഞ്ജനങ്ങൾ നമ്മള് ലിസ്റ്റ് ചെയ്ത് കടയിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടല്ലേ അല്ലെ. ഓരോ ലിസ്റ്റ് തീർന്ന ഐറ്റംസ്, ഉപ്പ്, അരി 5 കിലോ അല്ലെങ്കിൽ പഞ്ചസാര 3 കിലോ, വെളിച്ചെണ്ണ 3 കിലോ അല്ലെ വാങ്ങിക്കാറുണ്ട്. പരിപ്പ്, പയറ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യമനുസരിച്ച് ഓരോ കിലോയോ അല്ലെങ്കിൽ 1/2 കിലോയൊക്കെ വീതം നമ്മൾ വാങ്ങിക്കാറുണ്ട്. ലിസ്റ്റ് ഇട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ കടക്കാരൻ ചെയ്യും ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ ഐറ്റംസ് എടുത്ത് വെച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരാറുണ്ട് ഇല്ലേ?
അപ്പൊ അവര് നമ്മളിപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോ അവര് ചോദിക്കാറുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സാധനങ്ങളൊക്കെ തീർന്നോ അല്ലെങ്കിൽ ബാക്കിയിട്ടോ ചോദിക്കാറുണ്ടോ നിങ്ങളോട്? ചോദിക്കോ? ഇല്ല. അവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താണ്? ഐറ്റംസ് നമ്മൾ കൊടുത്ത ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുക. അത് മാത്രമുള്ള അവരുടെ ഡ്യൂട്ടി അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് CSSBയില് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവിൽ സ്യൂട്ടബിൾ ഇന്റർവെൽസ്. ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ച് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് സ്യൂട്ടബിൾ ഇന്റർവെൽസ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ റെക്വിസിഷൻ സിസ്റ്റത്തില് ഡെയിലി ഓർ റെഗുലർ ബേസിസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോ ഗ്രോസറി സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. കിട്ടിയോ? എന്താണ് ഇതിനു മുൻപ് തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്ന് അവര് ചോദിക്കില്ല. ഓക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഗ്രോസറി സിസ്റ്റം. ഇതിനു മുൻപ് തന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്ന് അവരവിടെ ചോദിക്കുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. ഓക്കെ. 3 കാര്യങ്ങൾ 3 സിസ്റ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. Pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSP through frequent deliveries. എന്താണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല്? പ്രീ അറേഞ്ച് എന്തായിരിക്കാം? പ്രീ അറേഞ്ച്ഡ് മുൻകൂട്ടി അല്ലെ? മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്കിനെയാണ് നമ്മള് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്. നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക്. അതുപോലെ തന്നെ എന്താണ് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വന്റ് ഫ്രീക്വന്റ് എന്താണ്? ഇടവേള. ആവർത്തിയായിട്ട്. ഓക്കെ. ആവർത്തിയായിട്ട് അല്ലെ? ഓക്കെ. ഓക്കെ. അതിനെയാണ് ഫ്രീക്വന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത്? അപ്പൊ ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള പല ഐറ്റംസ് ഉണ്ടാവും അല്ലെ? ആ പല ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല ഐറ്റംസും ആവശ്യമായിട്ട് വരും. പല ഐറ്റംസ് ആയിരിക്കാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ട് വരുന്നത്. ആ ഐറ്റംസിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണത്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അത് സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഐറ്റംസ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓരോ ലിസ്റ്റ് പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി ക്രമീകരിച്ചുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഡെലിവറി സ്റ്റാഫുകൾ ഉണ്ടാവും. അവിടെ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഈ ഡെലിവറി പേഴ്സണൽസ് എന്ന് പറഞ്ഞാല് CSP ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡെലിവറി സ്റ്റാഫുകൾ, അവരെയാണ് ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ കൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടത് അത് മുൻകൂട്ടി ക്രമീകരിച്ചുകൊണ്ട് ആ ലിസ്റ്റ് പ്രകാരം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം. ഏതൊക്കെ ഐറ്റംസ് വേണം, ഏതൊക്കെ ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നോക്കി മുൻകൂട്ടി ക്രമീകരിച്ച ശേഷം ഡെലിവറി സ്റ്റാഫുകളെ കൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും.
ക്ലിയർ ആയോ കോട്ട സിസ്റ്റം എന്താണെന്ന്? ഓക്കെ ആണോ? 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് കേട്ടോ. 4 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? CSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ക്ലീൻ ഫോർ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, ഓരോ ഐറ്റംസ് കഠിനമായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് കൊടുത്ത് നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകുന്നു. എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ക്ലീൻ ഫോർ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ റിക്വിസിഷൻ സിസ്റ്റം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള ഐറ്റംസ്, ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അവരുടെ നീഡ് അനുസരിച്ച്, അവരുടെ ആവശ്യം അനുസരിച്ച് റെഗുലറോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിലോ CSD കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്യുന്നു. അതാണ് റിക്വിസിഷൻ സിസ്റ്റം. ഇനി എന്താണ് ഗ്രോസറി സിസ്റ്റം? ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താ പറഞ്ഞത്? ഇതിനു മുൻപ് തന്ന ഐറ്റംസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവിടെ അവര് നോക്കുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, പല ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കിനെയാണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോ അവിടെ നോക്കുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതാണ്, ഏതൊക്കെ ഐറ്റംസ് ആണ് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇനി എന്തൊക്കെ ഐറ്റംസ് ആവശ്യമാണ് എന്നുള്ളത് എന്താണ് മുൻകൂട്ടി ക്രമീകരിച്ച ശേഷം ഡെലിവറി പേഴ്സണൽസ് വഴി ഫ്രീക്വന്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, 4 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഭാഗങ്ങൾ എടുക്കാം കേട്ടോ. 2 ക്വസ്റ്റ്യൻ കൂടി എടുക്കാനുണ്ട് നമുക്ക്. അത് ഈ ടൈം ആവുന്നത് കൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്ര വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെറിലൈസർ, അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ നോക്കാം, അതിന് പ്രിൻസിപ്പിൾ നോക്കണം, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. 3 കാര്യങ്ങൾ: മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, 4 കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്, വരും. ഓക്കെ. ഓരോ കാര്യങ്ങളും മിസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? ഫസ്റ്റ് വണ്ണിൽ എന്താണ്? എക്സ്ചേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ലൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് സിസ്റ്റത്തില് ഡെയിലി ഓർ റെഗുലർ ബേസിസ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം.
അതുപോലെ തന്നെ ഗ്ലോസറി സിസ്റ്റത്തില് സ്യൂട്ടബിൾ ഇന്റർവെൽസ് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്വാട്ട സിസ്റ്റം അറിയാലോ, അതുപോലെ തന്നെ എന്താണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരണം. ഓക്കെ, എന്താ നിങ്ങൾ പറഞ്ഞത്? ഓട്ടോക്ലേവ് എന്താ? ഓട്ടോക്ലേവ്സിലാണ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അതാണ് ഓട്ടോക്ലേവിൽ വരുന്നത്. നമ്മള് എന്താണ് മറ്റേ ഇപ്പോ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ഇല്ലേ, അതിനകത്താണ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓട്ടോക്ലേവ് ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മറ്റേത് എന്താണ് PTO, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓരോന്നിന്റെയും ഫുൾ ഫോം, EPOയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മാർക്ക് പോയത് ഈസിയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. തിയറിയും ഫോറടിത്തിരി ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. തിയറിക്ക് നമുക്ക് തന്നെ ബോറടിക്കും. അപ്പോ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് വളരെ എളുപ്പമാണ്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.